നിറ 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 പൊലി പൊലി. ഇന്നത്തെ യാത്ര മാന്തംകുണ്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ പുളിമ്പറമ്പ എന്ന ഗ്രാമത്തിൽ വിഷ്ണു ഭക്തനായ ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. എല്ലാ പ്രഭാതവും ഭഗവാൻ വിഷ്ണുവിനെ സ്മരിച്ച് വിഗ്രഹത്തിന് പുഷ്പാർച്ചന നടത്തി ഭക്തിയോടെ ജീവിതം നയിച്ചിരുന്നു. ഒരു രാത്രിയിൽ വൃദ്ധനൊരു അത്ഭുതകരമായ സ്വപ്നം കണ്ടു. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ ഭക്തിക്ക് പ്രതിഫലം ലഭിക്കട്ടെ. ഞാൻ ഈ ഗ്രാമത്തിൽ ശാശ്വതമായി പാർക്കാൻ വരുന്നു. പുളിമ്പറമ്പയുടെ കിഴക്കേ അറ്റത്തുള്ള അതുവരെ ആരും പ്രവേശിച്ചിട്ടില്ലാത്ത കാടിനുള്ളിൽ നിന്നെ ഞാൻ നയിക്കും. അവിടെ എന്നെ പ്രതിഷ്ഠിക്കണം. ഇത് കേട്ട വൃദ്ധൻ എഴുന്നേറ്റ് ഉടൻ തന്നെ ആ കാട്ടിലേക്ക് പോവുകയും അതേ സ്വപ്നത്തിൽ കണ്ട സ്ഥലത്ത് ഒരു ദൈവ ചൈതന്യം അനുഭവപ്പെടുകയും ചെയ്തു. അത് തന്നെയാണ് ഇന്നത്തെ മാന്തംകുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലം. ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കഥകളിൽ ഒന്ന് മാത്രമാണിത്. മന്ദം എന്നത് തനുതായ അഥവാ ശാന്തമായ ദിവ്യശക്തി എന്നതിന്റെ പ്രതീകമാണ്. കുണ്ട് എന്നത് താഴ്വര അല്ലെങ്കിൽ തളിർപ്രദേശം എന്നതിന്റെയും അന്നത്തെ കാടിന്റെ സ്വഭാവത്തെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഷ്ണുവിന്റെ വിഗ്രഹം ശാന്തമായ മുഖഭാവത്തോടെയും അരികിൽ വിഷ്ണു ചക്രം, ശംഖ്, ഗദ, പത്മം എന്നിവയുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചാൽ മനഃശാന്തിയും കുടുംബ ഐക്യവും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഇന്നാണ് നിറ. നിറ എന്നത് വയലിൽ നെല്ല് പാകം വന്ന് തളിരുകൾ മഞ്ഞ നിറത്തിലായാൽ അതിന്റെ ആദ്യ വിള ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറഞ്ഞ് നടത്തുന്ന ആചാരമാണ്. കർഷകർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കർഷക ക്ഷേമത്തിന്, അതുപോലെ അമ്പലങ്ങളിലും അതിൻ്റെ മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് വിളനിലകളും ഇതൊക്കെ ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ഇതായ ചടങ്ങുകൾ രാവിലെ തന്നെ നിറ കതിരുകൾ എഴുന്നള്ളിച്ച് പൂജിച്ച് അമ്പലത്തിന് പ്രദക്ഷിണം ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി അകത്തുനിന്ന് വീണ്ടും പൂജ ചെയ്ത് ആ പൂജയിലെ കതിരുകൾ ഐശ്വര്യത്തോടെ എല്ലാവർക്കും വിതരണം ചെയ്ത് അവർ സ്വയം ഭവനങ്ങളിൽ അത് പടിഞ്ഞിറ്റയിലോ അല്ലെങ്കിൽ വിളക്കിൻ്റെ മേലെയോ തൂക്കുവിളക്കിന് മേലെ കെട്ടാറുണ്ട്. അതുപോലെ ഐശ്വര്യമായി അത് ചെയ്യുന്ന ഒരു ചടങ്ങാണ് നിറ 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 പൊലി പൊലി അതിന് പറയും. അതിൽ ഒരു കുറേ ഔഷധ സസ്യങ്ങളുടെ ഇലകളാണ് ഇല്ലേ. അതായത് വട്ടപ്പിരി, ആല്, അരയാല്, നെല്ലി, മുളയില, അതുപോലെ തന്നെ കാഞ്ഞിരം, എരുവള്ളി, പുലുവള്ളി, മാവ്, പ്ലാവ്, അത്തി, ഇത്തി ഒക്കെ അത് ശേഖരിച്ച് ഞങ്ങൾ തലേന്ന് തന്നെ അത് കൊണ്ടുവന്ന് ശേഖരിച്ച് അത് നിറവലം കെട്ടുക എന്നാണ് പറയുക. നിറവലം, ഈ നിറവലത്തിൽ കെട്ടി അതിൽ കതിരി വെച്ചിട്ടാണ് നമ്മൾ വീടുകളിൽ നിറക്കുക. ആ ക്ഷേത്രങ്ങളിൽ ആദ്യം നിറച്ച് അതിൻ്റെ പ്രസാദവും വാങ്ങി എല്ലാവരും പോകുന്ന ഒരു ചടങ്ങാണ് നിറ. അടുത്ത ഐറ്റം ഇതിന് പുത്തരിയാണ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും അതിന് പുത്തരി ഉണ്ടാവും. ഇപ്പം രാജരാജേശ്വര ക്ഷേത്രത്തിലൊക്കെ ഇന്ന് നിറ കഴിഞ്ഞപാട് പുത്തരി പറയും. അപ്പോൾ പുത്തരിയുടെ ഡേറ്റ്, പിന്നെ നമുക്ക് പുത്തരിയുടെ ഡേറ്റ് തന്ത്രി തരുന്നതാണ്. ആ സമയത്താണ് പുത്തരി ഉണ്ടാവുക. അത് ഏകദേശം ഒക്ടോബർ 5-നായിരിക്കും, ഞായറാഴ്ച. അടുത്ത 10-ാം തീയതി ഒരു 150 തേങ്ങയുടെ ഒരു വലിയ മഹാഗണപതി ഹോമം നടക്കുകയുടെ. എല്ലാ കൊല്ലത്താൽ നടക്കാറുള്ള കർക്കിടക മാസം അവസാന ഞായറാഴ്ചയാണ് ഇത് ഉണ്ടാവുക. അന്ന് ഇവിടെ ഗണപതി ഹോമത്തിൻ്റെ കൂടെ തന്നെ അഖണ്ഡ രാമായണ പാരായണം രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ നിർത്താതെ വൈകുന്നേരം 6 മണി വരെ ഒരു രാമായണം വായിച്ച് തീർക്കലാണ് അതിൻ്റെ ചടങ്ങ്. അതും അന്ന് ഉണ്ടാവും. അത് എല്ലാവരും പങ്കെടുക്കണം എന്നാണ് നമുക്ക് പറയാൻ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദൂരമുള്ളത്. ആത്മസ്വാന്തനത്തിനും ആത്മവിശ്വാസത്തിനും ഈ ക്ഷേത്രം അനുയോജ്യമായ ദർശന സ്ഥലമാകുന്നു. അമ്പലത്തിന്റെ ലൊക്കേഷനും കൂടുതൽ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.